പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃശൂരിലെത്തി. വനിതാ ബിൽ പാസാക്കിയതിന്റെ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മോദി എത്തുന്നത്. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. കുട്ടനെല്ലൂർ കോളേജ് ഹെലിപ്പാഡിൽ 2 മണിയോടെ പ്രധാനമന്ത്രി ഇറങ്ങും. തൃശൂർ ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് തേക്കിൻകാട് മൈതാനം വരെ 1 കിലോമീറ്ററാണ് റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. 3 മണിക്കാണ് പൊതുസമ്മേളനം. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തകം കൊച്ചിയിൽ വിമാനമിറങ്ങും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. പാർലമെന്റിൽ വനിതാ ബിൽ പാസാക്കിയതിന്റെ അനുമോദന സമ്മേളനത്തിലാണ് മോദി പങ്കെടുക്കുന്നത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 2 ലക്ഷം വനിതകൾ പങ്കെടുക്കും എന്നാണ് BJP സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത്. പൊതുസമ്മേളന വേദിയിൽ വനിതകൾക്ക് മാത്രമാണ് പ്രവേശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിയോടൊപ്പം എന്ന പരിപാടി ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉച്ചയ്ക്ക് ശേഷമാണ്. നിരവധി വാർത്താ പ്രാധാന്യമുള്ളൊരു ദിവസം, പ്രത്യേകിച്ചും തൃശ്ശൂരാണ് ഇന്ന് വാർത്താ കേന്ദ്രമാകുന്നത്. Which is in Kerala. The cultural city is waiting to see you and welcome you. കൊടുത്തിട്ട് പോവാം. മാറി മാറി കൊടുക്കാണ്. ധന്മാരും പറയും ഈ തൃശൂർ സ്വരാജ് റൗണ്ടിന്റെ ഇരുവശത്തും പോലീസ് തീർത്ത ബാരിക്കേഡിനപ്പുറം BJP പ്രവർത്തകർ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതുവഴിയാണ് റോഡ് ഷോയുമായി കടന്നു വരിക. ആ വഴിയുടെ ഇരുവശത്തും ആളുകൾ നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആളുകളുമായുള്ള വാഹനങ്ങൾ നഗരത്തിലേക്ക് എത്തി അവരെ ഇവിടെ ഇറക്കി വിവിധയിടങ്ങളിൽ നിർദ്ദിഷ്ട പാർക്കിംഗ് സ്പേസുകളിലേക്ക് പോവുകയാണ്. വലിയ ഒരുക്കങ്ങൾ. അതേ സമയം മണികണ്ഠനാൽ പരിസരത്തുള്ള ഈ കവാടത്തിലൂടെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തി അവിടെ നിന്നാണ് സദസ്സിലേക്ക് വനിതകളെ കടത്തിവിടുന്നത്. 2 ലക്ഷത്തിലധികം വനിതകൾ പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനം, ലക്ഷക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ആ സമ്മേളനം BJP അവരുടെ വലിയ ഒരു ശക്തി പ്രകടനമായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം റോഡ് ഷോ, ഒരു മിനി പൂരത്തിന് സമാനമായ ആൾക്കൂട്ടം ഈ സമയം തൃശ്ശൂരിൽ ഉണ്ടാകും. നമുക്കറിയാം BJPയെ സംബന്ധിച്ച് ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്ങനെ ഒരു പ്രഖ്യാപനമായിട്ടൊന്നും ഇന്നുണ്ടാകില്ല എങ്കിൽ പോലും ഈ മഹിളാ സമ്മേളനത്തിൽ മോദിക്കൊപ്പം അദ്ദേഹം വേദി പങ്കിടുക എന്നത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. തൃശ്ശൂരിൽ എന്താണ് BJP ഉദ്ദേശിക്കുന്നത് എന്ന് ആ കാഴ്ചയിലൂടെ BJP പറയുകയാണ്. കാരണം മോദിക്ക് ഈ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകളും ഒട്ടപ്പെടുത്തലുകളൊക്കെ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ തൃശ്ശൂരിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോദിയുടെ സാന്നിധ്യത്തിൽ, നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ സുരേഷ് ഗോപി ആ വേദി പങ്കിടുന്നത് BJP നൽകുന്ന ഒരു സന്ദേശമാണ്, കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. അതോടൊപ്പം തന്നെ
മഹിളകളെ അണിനിരത്തി സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റാർഡം, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വോട്ടുകൾ നേടാനുള്ള ഒരു കഴിവുണ്ടെന്ന് BJP കരുതുന്നു. അതെല്ലാം ഇവിടെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. തൃശ്ശൂരിൽ മാത്രമല്ല ഇത് കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ BJP നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചാരണങ്ങളുടെ തുടക്കമായിട്ടാണ് തൃശ്ശൂരിലെ ഈ മഹിളാ സമ്മേളനത്തെ കാണുന്നത്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് 2 മണിയോടെ അദ്ദേഹം കുട്ടനെല്ലൂരിൽ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങും. അതിനുശേഷം റോഡ് മാർഗം ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നു. ആ സ്വരാജ് റൗണ്ടിൽ നിന്ന് ജനറൽ ആശുപത്രിയിൽ നിന്നും അദ്ദേഹം ഇതുവഴി തുറന്ന വാഹനത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നായ്ക്കനാൽ പരിസരത്തേക്ക് എത്തുന്നു. അവിടെയാണ് പരിപാടിയുടെ വേദിയുള്ളത്. അവിടെ നിന്നും അദ്ദേഹം ഈ സദസ്സിൽ ഇരിക്കുന്ന 2 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ അവരുടെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ അവരെ വിഷ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം നേരെ വേദിയിലേക്ക് എത്തുക. 4 മണിവരെ അദ്ദേഹം ഈ തൃശ്ശൂരിലുണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രസംഗം 3:15 ആരംഭിക്കുക എന്നാണ് അറിയുന്നത്. 3/4 മണിക്കൂർ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മഹിളാ മോർച്ചയുടെയും BJPയുടെയും ഭാരവാഹികൾ മാത്രമല്ല, മറിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള തെരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങളും നരേന്ദ്രമോദിക്കൊപ്പം ഈ വേദിയിൽ ഉണ്ടാകും. അത്തരത്തിലൊരു വലിയ സന്ദേശം, രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള വികസന സന്ദേശം വീടുകളിലേക്ക്, വീട്ടമ്മമാരിലൂടെ എത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. BJPയുടെ ആ ശ്രമങ്ങളുടെ തുടക്കമാണ് ഇവിടെ കാണാൻ പോകുന്നത്. എന്നാണെങ്കിലും തൃശ്ശൂർ നഗരം സുരക്ഷാ വലയത്തിലാണ്. വഴികളെല്ലാം അടച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ നിയന്ത്രണം, കൃത്യമായ നിർദ്ദേശിച്ച ഇടങ്ങളിലൂടെ മാത്രമാണ് ആളുകൾക്ക് കാത്തു നിൽക്കാൻ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാൻ കഴിയുക. വലിയ മുന്നൊരുക്കങ്ങൾ, 4000-ഓളം പോലീസുകാരെ കുട്ടനെല്ലൂർ മുതൽ തൃശ്ശൂർ ഈ പരിപാടി നടക്കുന്ന വേദി വരേക്കും പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ശ്രീ ആമല്ലൂർ ശ്രീകുമാർ സാർ രചിച്ച ഗാനരചയിതാവാണ് അദ്ദേഹം രചിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ PS രാധാകൃഷ്ണൻജി അവരുടെ സംഗീതം നൽകി ഞാൻ ആരംഭിക്കുന്നു. भारत माता की, भारत माता की, भारत माता की। केरला की मेरी माता और बहनों, केरला पिल्ले एंडे अम्मा मारे सहोदरी मारे आप सभी इतनी बड़ी संख्या में स्त्री शक्ति मुझे आशीर्वाद देने आई है। मैं आपका बहुत बहुत आभारी हूं। आप सभी को 2024 की अनेक अनेक शुभकामनाएं। कल ही भारत केसरी मंजुनाथ पद्मनाभन की जन्म जयंती थी। मैं उन्हें
अपनी श्रद्धांजलि अर्पित करता हूं। साथियों, सौभाग्य से मैं भगवान शिव की काशी का सांसद हूं और यहां भी वडक्कुम नाथन मंदिर में शिव खुद विराजे हैं। इस मैदान पर जब हम एकत्र हुए हैं तो विश्व प्रसिद्ध त्रिशूरपुरम उत्सव का उत्साह ही नजर आ रहा है। നല്ല കയറ്റുള്ള ചെറിയൊരു റൗണ്ട് നടക്കണം.